കുറച്ച് വേണ്ടി വരും. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കണ്ടാണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മളെ കട്ടിൽമലാണ് ഇത് ഇട്ടേക്കണത്. അപ്പോൾ ഇവിടെ കിടക്കലില്ലേന്ന് ചോദിച്ചാൽ ഇപ്പം ആരും ഇവിടെ കിടക്കലില്ല. ഞങ്ങൾ പായ വിരിച്ച് നിലത്ത് കിടക്കലാട്ടോ. ഇത് സൂര്യമോളെ ചെറിയൊരു ഡൈനോസറാണ് കേട്ടോ. ഓളെപ്പോഴും എടുത്ത് കളിക്കണതാണിത്. ഓൾക്ക് വല്ലാണ്ട് കളിക്കോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓൾക്ക് ഈ ടെഡി ബിയർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് അത് മാത്രം ഉണ്ടല്ലാതെ ഇതേപോലത്തെ കളിക്കോപ്പൊന്നുമില്ല. ഇത് എവിടെ നിന്നോ കിട്ടിയതാണ്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതവിടെ വീണ് കിടക്കുകയാണ്. അമ്മ ഇതാ അവിടെ തോരയിടാണ്. മുറ്റത്ത് തോരയിട്ടതായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത്. ഒരു വെയിൽ കണ്ടപ്പോൾ വേഗം വണ്ടി ചെന്ന് മുറ്റത്ത് തോരട്ടതായിരുന്നു. ആ മഴ വന്ന് കണ്ടപ്പോൾ വേഗം അകത്തന്നെ കൊണ്ടുവന്ന് തോരടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ എനിക്ക് പണിയെന്ന് ചോദിച്ചാൽ, ഇവിടെ അമ്മ കടയിൽ പോയി വന്നേന്നു, പീടികയിൽ പോയി വന്നേന്നു കേട്ടോ. വന്നാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം ഇന്ന് നെയ്ച്ചോറും കോഴിയൊക്കെ വെക്കണം എന്ന് വിചാരിച്ചാണ്ട് സാധനങ്ങളൊക്കെ അമ്മ പീടികയിൽ പോയി വാങ്ങി വന്നിട്ടോ. വന്നാണ്ട് ഇതാ എനിക്കെന്താ പണിയെന്ന് ചോദിച്ചാൽ, ആ സാധനങ്ങളൊക്കെ ആ കട്ടിലുമ്മ നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഞാൻ ഈ കട്ടിലൊന്ന് തുടച്ച് വൃത്തിയാക്കും കേട്ടോ. കാരണം വെളുത്തുള്ളിയും വല്യുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും എന്ന് പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ആവശ്യത്തിനെടുത്ത് വല്യുള്ളിയും ഒക്കെ എടുത്ത് വെച്ചാണ്ട് ഇവിടെ നിന്ന് തന്നെ ഞാൻ അകത്തേക്ക് അടുക്കളയ്ക്ക് കൊണ്ടുപോയാണ്ട് അവിടെ നിന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇവിടെ നിന്ന് തൊലി കളഞ്ഞതാ. അടുക്കളയിൽ പോയി നന്നാക്കാനും വയ്യ. പിന്നെ ഇവിടുന്ന് നന്നാക്കി പോയാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ സൂര്യമോൾ ഇതാ വന്നാണ്ട് വരി എന്നെ കുളിപ്പിച്ച് തരീന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതിന് സമയം എത്ര മണിയായി എന്ന് ചോദിച്ചാൽ സമയം 3 മണി ആയിട്ടുണ്ട്. ഇന്ന് നേരത്തോളം കുളിപ്പിച്ചിട്ടില്ല. കാരണം ഒരു നേരം കുളിപ്പിക്കുള്ളൂ. പിന്നെ കിടക്കാൻ നേരത്ത് കയ്യും കാലും കഴുകലാണ് കേട്ടോ. 2 നേരം ഇവിടുത്തെ വെള്ളം ആകുമ്പോൾ പനി പിടിക്കും. കാരണം ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അതിലിതാ ഇഞ്ചി നോക്കി. ഇഞ്ചീൻ്റെ കാര്യം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയല്ല വെളുത്തുള്ളിയും ചതക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇഞ്ചീൻ്റെ കാര്യം ഓർമ്മ. ഞാൻ അവിടെ പായ തോരട്ടേന്ന്. ആ പായ ഉണ്ട് നിലത്ത് ചാടി കിടക്കണം. അപ്പോൾ അത് അയക്കമ്മക്കാൻ ഇട്ടു. ഇപ്പോൾ ഈ ഒരു സമയത്ത് വെയിലുണ്ട് കേട്ടോ. അപ്പം 3 മണിക്കാണ് ഞാൻ ചോറും കറിയും ഉണ്ടാക്കണത്. ഇതിൻ്റെ മുന്നേ ചോറും കറിയും വെച്ചേന്നു. അത് ഞങ്ങളൊക്കെ തിന്ന് തീർത്തു. പിന്നെ രാത്രിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇപ്പം നേരത്തെ ഉണ്ടാക്കണം. മഴ പെയ്താൽ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോയോണ്ട് നിൽക്കണം. പിന്നെ മഴ കൊള്ളുകയും ചെയ്യും. പിന്നെ നല്ല കാറ്റുള്ള സമയത്ത് അടുക്കളയിൽ നിൽക്കാനും ബുദ്ധിമുട്ടാണ്. കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ആ അടുക്കള പൊളിച്ച് നന്നാക്കിക്കൂടെയെന്ന്. അത് പൊളിച്ച് നന്നാക്കാൻ നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതിൻ്റെ കാലും കൈയൊക്കെ കിട്ടണം. കാലും കൈയും പറഞ്ഞാൽ തൂൺകാലുകളുണ്ടല്ലോ, അതൊക്കെ കിട്ടിയിട്ട് വേണം. അപ്പോൾ അത് പെട്ടെന്ന് പൊളിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ മഴയല്ലേ, അതുകൊണ്ട് തന്നെ ആ പണി നമുക്ക് തുടങ്ങണം. താട്ടന് അമ്മയാണ് അതിൻ്റെ പണി എടുക്കൽ കേട്ടോ, ഞാനൊന്നല്ല. അങ്ങനെ അമ്മ നട്ട ഇഞ്ചിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇഞ്ചിയാണ്. അത് ഇഞ്ചി ആവശ്യമുള്ളതൊക്കെ നമ്മൾ അവിടെ തൊടിയിൽ പോയി എടുത്തോണ്ടല്ലോ കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചി ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് കുഴിച്ചിടും. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് ഉണ്ടാവും. പിന്നെ നമുക്ക് അതെടുക്കട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു ആവശ്യത്തിനനുസരിച്ചുള്ള ഇഞ്ചി നമുക്ക് തൊടിയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ചേമ്പും കറുത്ത പപ്പായ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തക്കാളി നന്നാക്കി എടുക്കുകയാണ്. വല്യുള്ളിയൊക്കെ നന്നാക്കി. നമ്മളെ മുറ്റത്തിൻ്റെ ചേലും കോലം നോക്കി നിങ്ങൾ. മരങ്ങളൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും പരന്ന് കിടക്കുള്ളൂ, വൃത്തിയായിട്ട് കിടക്കുകയില്ല. അടിച്ചു വാരണം. അടിച്ചു വാരിയ മുറ്റാണ് ഇത്. ഞാൻ ആ ഒരു സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് തോരടൽ അമ്മ കഴിച്ചിട്ടോ. കുളി കഴിഞ്ഞ് ഞാൻ തിരുമ്പാണ്ടായിരുന്നു, കുറേ തിരുമ്പാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ്ട് അടുക്കളയൊക്കെ വന്ന ചിക്കൻ ഇത് അടപ്പത്തായിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കൻ വെന്ത് കിട്ടണ്ടേ. പച്ചമുളകും എല്ലാ പൊടികളൊക്കെ ചേർത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്താണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി അങ്ങനെ തന്നെ സാധാ ചിക്കൻ കറി വെക്കും പോലെ തന്നെ കേട്ടോ വെച്ചത്. നല്ല കാറ്റുണ്ട്. വെയിലായിട്ടും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. എന്നാലും നല്ല മഴ എന്ന് പറയാനൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പെയ്യുമ്പോഴാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണങ്ങി കിട്ടാത്തത്. അങ്ങനെ കറി അടപ്പത്ത് വെച്ചാണ്ട് ഞാൻ തൈര് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിന്നേക്കാണ്ട് പച്ചമുളകും വല്യുള്ളി അരിഞ്ഞെടുത്താണ്ട് കറിവേപ്പില ഇഞ്ചിയൊന്നും ഇതൊക്കെ ചേർക്കണില്ല കേട്ടോ. തൈര് കട്ടത്തൈരാണ്, അത് ചേർത്ത് ഒഴിച്ചാണ്ട്
പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ഇത് തൈര് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ചോറുണ്ടാക്കിയെടുക്കാണ്ട് ചോറുണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ചോറും തക്കാളി കൊണ്ട് ഒരു കുഞ്ഞ് കറിയും പിന്നെന്താ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുന്നു. പിന്നെ രാത്രിയൊക്കെയുള്ള വിഭവങ്ങളാണ് വൈകുന്നേരത്തിന് തന്നെ ഉണ്ടാക്കണത്. നമ്മൾ അടുക്കളയിൽ രാത്രി പണിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാട്ടോ ഞാൻ വൈകുന്നേരത്ത് തന്നെ റെഡിയാക്കണത്. പിന്നെ നമ്മൾ കുറേ കൂട്ടുകാർ പറഞ്ഞു ഇവിടെ അടുക്കള ശരിയാക്കി കൂടെ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അടുക്കള ശരിയാക്കാൻ നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ വീട് പണിയുണ്ട്, ഇവിടുത്തെ അടുക്കള ഒക്കെ ആകെ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഓരോ നമുക്ക് അതിനൊക്കെ അനുസരിച്ച് പൈസ വേണമല്ലോ. പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ഓരോ പണികൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് പറയാനെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് എല്ലാം റെഡിയാക്കി പറയാൻ, പക്ഷെ ഒന്നും നടക്കണ കാര്യമല്ല. നടക്കണമെങ്കിൽ അത്യാവശ്യത്തിന് പൈസ കയ്യിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിക്ക് നിൽക്കണത്. പൈസ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാമല്ലോ. നമ്മൾ അവിടുത്തെ വീട് തന്നെ കയറിയിട്ട് ഒരു 4 വർഷമായിട്ടുണ്ടാവും. പക്ഷെ കുടിയിരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതിലൊരുപാട് പണികളുണ്ട്. കുറേ ആൾക്കാർ ആ വീടിൻ്റെ ഹോം ടൂർ കാണിക്കുമോ ചോദിച്ചാണ്. ആ വീടിൻ്റെ കാണിക്കാത്തത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അതും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ലല്ലോ, ഒക്കെപ്പാടൊരു സങ്കടം തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാത്തിനും ഈശ്വരനൊരു വഴി കാട്ടി തരാതെ നിൽക്കൂല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കറി വേവിച്ചെടുത്തിട്ടോ. കറിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചു. ഉള്ളി വാട്ടിയാണ്ട് നെയ്യ് ഒഴിച്ചാണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളമൊക്കെ പാകമാക്കി അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ ഉണ്ട് അപ്പുറത്ത് അടിച്ച് വാരുന്നുണ്ട്. അമ്മയും തന്നെ വെറുതെ നിൽക്കണില്ല, വൈകുന്നേരം ആയില്ലേ. അപ്പോൾ വേഗം പണിയൊക്കെ തീർക്കുകയാണ്. എത്ര അടിച്ചൊരിയിട്ടും കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കഴുത്ത് കൂടെ ഒരു ഉറുമ്പരിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ കുറേ തട്ടി നോക്കിട്ടോ. അപ്പോഴാണ് ഈ ഉറുമ്പ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം അമ്മ അവിടെ ചുള്ളൽ വിറക് കൊണ്ടുവന്നിട്ടേന്നു. അപ്പോൾ ഈ വിറകുമ്മൽ കണ്ടിക്കണോന്ന് അറിയില്ല, വിറകുമ്മലുണ്ട് ഒരു കറുപ്പ് ഉറുമ്പ്. ഭയങ്കര കടിയാ ഉറുമ്പ് കേട്ടോ. അത് കടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ചൊറിയേറ്റ മാറണമില്ല, ഒരു കടച്ചിൽ. അങ്ങനെ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ പാകാക്കി. നമ്മളിവിടെ ചെമ്പട്ടി ഉണ്ടായിരുന്നു, ആ ചെമ്പട്ടിക്ക് ഓട്ടായതുകൊണ്ട് അടപ്പത്ത് വെച്ചിട്ട് ഭയങ്കര ഉലി വെള്ളം ഇങ്ങനെ ആക്കി വെച്ചിട്ട് ചെമ്പട്ടിയിൽ വെള്ളം എടുത്ത് വെച്ചായിരുന്നു. അങ്ങനെ ചെമ്പട്ടി ഓട്ടായി. ഇത് നമ്മൾ തറവാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെമ്പട്ടി, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ചെമ്പട്ടിയായിരുന്നു. അപ്പം ഞാൻ ഉറുമ്പ് എന്ന് പറഞ്ഞത് ഇതാക്കണം, ഈ ഒരു ഉറുമ്പാണ് കേട്ടോ. ഇതാണെങ്കിൽ കടിച്ചിട്ട് അതിൻ്റെ വേദന മാറണമില്ല, വിറകുമ്മ കൂടെ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചോറ് വേവണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കറി വെന്തതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒക്കെപ്പാടെ നമ്മൾ കാണിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ സൂര്യമോൾ അച്ഛൻ എന്താ വരാത്തേ, അച്ഛൻ വന്നോ അമ്മ എന്ന് ചോദിച്ച് അവിടെ ആകെ ഒച്ചൻ വിളി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ വണ്ടീൻ്റെ ഒച്ച കേൾക്കുമ്പോഴും ഞാൻ പറയും അച്ഛൻ അതാ വന്നിക്കണ് പോയി നോക്കുക അറിയട്ടോ. എവിടെ ഓളെ പറ്റിക്കാനുള്ള ഓരോ പരിപാടിയാണ്, അല്ലാതെ ഓളും നിൽക്കണില്ല, ഓളും വാശിക്കായിട്ട് നിൽക്കുക കേട്ടോ. കരയണമൊന്നുമില്ല. പക്ഷെ അച്ഛാ എവിടെ എത്തി പറഞ്ഞു ഒറ്റയ്ക്ക് വർത്താനം പറയാം, അച്ഛനെ കാണണം, അച്ഛനും താട്ടൻ എന്താ വരാത്തേന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുക. കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇവിടെ നിന്നൂടെയെന്ന്. പക്ഷേ ഇവിടെ നിൽക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ നിൽക്കാൻ. പക്ഷെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് സ്കൂളും കാര്യങ്ങളും ഉണ്ട്. ഓന് ഭയങ്കര ടെൻഷനായിട്ടുണ്ട് ഇപ്പോൾ, ഞാൻ എന്താ അങ്ങോട്ട് ചെല്ലാത്തതെന്ന് പറഞ്ഞാണ്ട്. പിന്നെ ഇപ്പോൾ ഓന് സ്കൂളും കാര്യങ്ങളും ഉള്ളതല്ലേ. സൂര്യമോൾക്കാണെങ്കിൽ അംഗൻവാടിക്ക് പോവാഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇടങ്ങേറില്ലാതെക്കോ. നമ്മളെ വീട്ടിലാളില്ലെങ്കിൽ നമ്മളെ അമ്മ ഒറ്റക്കാണെങ്കിലും അച്ഛനും ഒറ്റക്കാണെങ്കിലും ഓലിട്ട് പോണത് ഭയങ്കര ഇടങ്ങേറ് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കാരണം ഫോണുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും വിളിച്ച് വർത്താനം അറിയാമല്ലോ, എന്തായാലും വിളിക്കാതിരിക്കൂലല്ലോ. പിന്നെ പറഞ്ഞാൽ താട്ടനുണ്ടല്ലോ ഇവിടെ, ഓന് പിന്നെ പണി ഉണ്ടാകുമ്പോൾ പണിക്കോവും, പിന്നെ പണി അറിയ വീട്ടിലേക്ക് വരുമല്ലോ, അതൊക്കെ ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളും വീഡിയോയും. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. എന്നാലും നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അമ്മ അതാ അവിടെ ഇരിക്കണ്, വിഷ്ണു അതാ അവിടെ ഇരിക്കണ്. ഇനി എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോണ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടെന്ന് പറഞ്ഞാൽ ഇടങ്ങേറുണ്ട്. പിന്നെ ഇപ്പോൾ പോവാതിരിക്കാനും നിവർത്തിയില്ല. അപ്പം എന്തായാലും ടാറ്റ ബൈ മക്കളെ.